ടു യു ക്യാൻ ലേൺ വിത്ത് ഡിഫറൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാൽക്കോലിത്തിക് ഏജിനെ പറ്റിയാണ്. അപ്പോൾ ഇതൊരു കമ്പാരിസണായിട്ട് നമ്മൾ നോക്കുന്നത് പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, ഇതിൻ്റെ ഒരു കമ്പാരിസണായിട്ടാണ് നമ്മൾ ചാൽക്കോലിത്തിക്കും ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. കാലഘട്ടമാണ് പറയുന്നത്, പീരീഡ്. പാലിയോലിത്തിക് ഏജിൻ്റെ കാലഘട്ടം 5 lakh തൊട്ട് 10,000 BC വരെയായിരുന്നു. മെസോലിത്തിക്കിൻ്റേത് 10,000 തൊട്ട് 4,000 BC വരെ. നിയോലിത്തിക് പറഞ്ഞത് 7,000 തൊട്ട് 1000 BC വരെ. ചാൽക്കോലിത്തിക്കിൻ്റെ ഏജ് പറയുന്നത് 2,500 തൊട്ട് 750 BC വരെയുള്ള കാലഘട്ടമാണ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്റ്റോൺ ഏജസിൻ്റെ ഡിവിഷനാണ് പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് എന്ന് പറയുന്നത്. ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ളൊരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഈ ചാൽക്കോലിത്തിക് ഏജ്. ഒരു ട്രാൻസിഷൻ പീരീഡാണ്. കോപ്പർ ഏജിലോട്ടുള്ള ട്രാൻസിഷനാണ് ചാൽക്കോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. ചാൽക്കോലിത്തിക് എന്ന് പറയുന്നത് തന്നെ 2 വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ്, ചാൽക്കോ പ്ലസ് ലിത്തിക്ക്. അത് ഡിറൈവ് ചെയ്ത് വന്നത് 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. കാൽക്കോസ് എന്നൊരു ഗ്രീക്ക് വേർഡും ലിത്തോസ്. കാൽക്കോസ് എന്ന വേർഡിൻ്റെ അർത്ഥം കോപ്പർ എന്നാണ്. ലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ. അപ്പം കോപ്പർ ആൻഡ് സ്റ്റോൺ, അങ്ങനെ 2 വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇവരുപയോഗിച്ച ഉപകരണങ്ങൾ, ടൂൾസ് യൂസ് ചെയ്തത്. ഓരോ കാലഘട്ടത്തിലും അവർ ശിലായുധങ്ങളെ മിനുസപ്പെടുത്തിയാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആദ്യ കാലഘട്ടങ്ങളിൽ ക്രൂഡ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു, പരുക്കൻ ശിലായുധങ്ങളായിരുന്നു. മെസോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്കിന് മൈക്രോ സ്റ്റോൺ ടൂൾസ് അല്ലെ മൈക്രോലിത്തുകളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞു, ചെറു ശിലായുധങ്ങൾ. നിയോലിത്തിക് വന്നപ്പോഴേക്കും നമ്മൾ പറഞ്ഞു സൂക്ഷ്മവും മുനയുള്ളതുമായ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ്, പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചത്. താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ് പറയുമ്പോൾ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം തന്നെ താമ്രം അല്ലെങ്കിൽ കോപ്പർ ടൂൾസിൻ്റെ ഉപകരണങ്ങളും ഇവർ നിർമ്മിച്ചു. സ്റ്റോൺ ആൻഡ് കോപ്പർ ടൂൾസ് ആണ് ഇവർ ഉപയോഗിച്ച ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. പാലിയോലിത്തിക് ഏജിലെ ആൾക്കാർ ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗ്യാതറിംഗ് ആയിരുന്നു, വേട്ടക്കാരനും ഇര തേടുന്നവരുമായിരുന്നു. മെസോലിത്തിക് ആയപ്പോഴത്തേക്കിന് അവർ ഡൊമസ്റ്റിക്കേഷൻ, മൃഗപരിപാലനം തുടങ്ങി ഫാമിംഗ് ഒക്കെ ആയി. നിയോലിത്തിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ നോക്കി, അവർ ഭക്ഷ്യോൽപാദനമായി, ഫുഡ് പ്രൊഡക്ഷനായി. ഈ ഒരു കാലഘട്ടത്തിലും അതിൻ്റെ തുടർച്ചയായിട്ട് അഗ്രികൾച്ചറും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസുമായിരുന്നു ഇവരുടെ മേജർ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഇവരുടെ വസ്ത്രരീതികൾ. ആദ്യകാലങ്ങളിൽ മൃഗത്തോലും മരത്തോലൊക്കെ ആയിരുന്നു അവരുടെ വസ്ത്രരീതികൾ. ചാൽക്കോലിത്തിക് ആയപ്പോഴത്തേക്കിന് അവസാന കാലഘട്ടങ്ങളിൽ കോട്ടൺ യൂസ് വന്നതായിട്ട് പറയപ്പെടുന്നു. പിന്നെ ഇവരുടെ ഹൗസിംഗ് അല്ലെങ്കിൽ വാസസ്ഥലം എങ്ങനെയുള്ളതായിരുന്നു? ആദ്യം പാലിയോലിത്തിക്കിൽ കേവ് ഷെൽട്ടേഴ്സ്, ഓപ്പൺ എയർ സൈറ്റ്സ്. നിയോലിത്തിക്ക് നമ്മൾ പറഞ്ഞു താച്ച്ഡ് ഹൗസസ്, അതായത് മേൽപ്പുരകളുള്ള വൃത്താകൃതിയിലും ചതുരാകൃതിയിലുമുള്ള കുടിലുകളാണ് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ചാൽക്കോലിത്തിക് ആയപ്പോഴേക്ക് ഇവരുടെ കല്ലുകൊണ്ടുള്ള വീടുകളും ഹൗസസ് മെയ്ഡ് ഓഫ് മഡ് ആൻഡ് മഡ് ബ്രിക്സ്, ചെളിക്കട്ടുകൾ കൊണ്ടുള്ള കുടിലുകളുമായി ചാൽക്കോലിത്തിക് ഏജിലെ വാസസ്ഥലം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പോട്ടറി മേക്കിംഗ്, അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്തുമാത്രം ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഹാൻഡ് മെയ്ഡ് പോട്ടറീസും ഉണ്ടായിരുന്നു. നിയോലിത്തിക് ആയപ്പോഴും നമ്മൾ പറഞ്ഞു വീൽസ്, ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള പോട്ടറി മേക്കിങ്ങിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു എന്ന്. അതിനായി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നവരാണ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. നിയോലിത്തിക്കിൽ പോളിഷ്ഡ് ഗ്രേ വെയർ എന്നൊരു പോട്ടറിയാണ് യൂസ് ചെയ്തത്. ചാൽക്കോലിത്തിക് ഏജ് ആയപ്പോൾ ഓക്കർ കളേർഡ് പോട്ടറിയും ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറിയുമാണ് ഇവരുടെ മെയിൻ പോട്ടറി എന്ന് പറയുന്നത്. കാവി പോലത്തെ ഒരു കളറാണ് ഓക്കർ കളേർഡ് പോട്ടറി എന്ന് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി, അത് പേര് സൂചിപ്പിക്കുന്നത് ബ്ലാക്കും ഉണ്ട് റെഡും ഉണ്ട്. റെഡ് കളറ് പൂശിയ പോട്ടറിയാണ് ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സിസ്റ്റം വന്നതെന്ന് പറയുന്നത് ബറിയൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ പറഞ്ഞു മെസോലിത്തിക് ആയപ്പോഴേക്കും ഇൻറ്റൻഷണലായിട്ട് മനഃപൂർവ്വമായിട്ട് അടക്കം ചെയ്യുന്ന രീതി സ്റ്റാർട്ട് ചെയ്തായിരുന്നു മെസോലിത്തിക്കിൽ. അതിനുള്ള എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചാൽക്കോലിത്തിക് ഏജ് ആയപ്പോഴേക്കും ബറിയൽ എലോങ് വിത്ത് പേഴ്സണൽ ബിലോങ്ങിങ്സ്, അങ്ങനെ ഉള്ള എവിഡൻസ് ആണ് ചാൽക്കോലിത്തിക് ഏജിൽ കിട്ടിയിട്ടുള്ളത്. ഇത്രയുമാണ് ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഇത്രയുമാണ്. താങ്ക് യു.